രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് കിറ്റക്സ് MD-യും 2020 ചീഫ് കോർഡിനേറ്ററുമായ സാബു എം ജേക്കബിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പൂതൃക്ക മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പൂജ ജോമോൻ രംഗത്ത്. സാബു എം ജേക്കബ് തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും തന്റെയും കുടുംബത്തിന്റെയും ജീവൻ അപകടത്തിലാണെന്നും പൂജ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു. സ്വേച്ഛാധിപത്യപരമായ പെരുമാറ്റവും മാനസിക പീഡനവുമാണ് പാർട്ടി വിടാൻ കാരണമെന്നും അവർ വെളിപ്പെടുത്തി. 2020 കോട്ടകളിൽ വിള്ളലുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പൂജ ജോമോൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. തന്റെ പേരിലുള്ള സഹകരണ ബാങ്കിലെ വായ്പ കോൺഗ്രസ് അടച്ചു തീർക്കുമെന്ന ഡീലുണ്ടെന്ന 2020 ആരോപണം പൂജ തള്ളി. പീറ്റർ ജോസഫ് കുടുംബ സുഹൃത്താണെന്നും അദ്ദേഹവുമായി സംസാരിക്കുന്ന വീഡിയോ ആണ് വ്യാപകമായി പ്രചരിക്കുന്നതെന്നും പൂജ മാധ്യമങ്ങളോട് പറഞ്ഞു. സാബു എം ജേക്കബ് എന്നെ നേരിട്ട് ഭീഷണിപ്പെടുത്തി രാജിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ ബാലചാബല്യം കാണിക്കരുത് എന്ന് താക്കീത് നൽകി. അദ്ദേഹത്തിന് എതിരായി നിൽക്കുന്നവരെ ഇല്ലാതാക്കാനുള്ള സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. എനിക്കോ എന്റെ കുടുംബത്തിനോ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി സാബു മാത്രമായിരിക്കും എന്നാണ് പൂജ ജോമോൻ പറഞ്ഞത്. പഞ്ചായത്ത് മെമ്പർമാരെയും പ്രസിഡന്റിനെയും വെറും റോബോട്ടുകളെ പോലെയാണ് സാബു കൈകാര്യം ചെയ്യുന്നതെന്നും കമ്മിറ്റികൾ വിളിച്ചുകൂട്ടി പരസ്യമായി അപമാനിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും പതിവാണെന്നും പേടികൊണ്ടാണ് പലരും അവിടെ തുടരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സാബുവിന് BJP-യുമായുള്ള ബന്ധത്തെക്കുറിച്ചും പൂജ വ്യക്തമാക്കി. ED-യെ ഭയന്നാണ് അദ്ദേഹം BJP-യുമായി അടുത്തതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെ നിർബന്ധിക്കുകയും കോൺഗ്രസിനെ നശിപ്പിക്കാൻ VP ശ്രീനിജൻ MLA-യെ കരുവാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തെന്ന് പൂജ പറഞ്ഞു. പൂജ ജോമോൻ രാജിവെച്ചത് കോൺഗ്രസുമായി നടത്തിയ 50 ലക്ഷം രൂപയുടെ ഡീലിന്റെ ഭാഗമാണെന്നായിരുന്നു 2020 പാർട്ടിയുടെ ഔദ്യോഗിക ആരോപണം. എന്നാൽ ഇത് പൂജ പാടെ തള്ളി. സഹകരണ ബാങ്കിലെ വായ്പ കോൺഗ്രസ് തീർക്കുമെന്ന് 2020 പ്രചാരണം പച്ചക്കള്ളമാണ്. ഇന്നും ആ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത തനിക്കുണ്ട്. പാർട്ടി പുറത്തുവിട്ട വീഡിയോയിൽ കൂടെയുള്ള പീറ്റർ ജോസഫ് ഒരു കുടുംബ സുഹൃത്താണ്. സൗഹൃദപരമായ സംഭാഷണത്തെ പണമിടപാടായി വ്യാഖ്യാനിക്കുന്നത് സാബുവിന്റെ കുബുദ്ധിയാണെന്നും അവർ പറഞ്ഞു. കോടീശ്വരനായ സാബുവിനെതിരെ കേസ് നടത്താൻ പോലും എനിക്ക് സാമ്പത്തിക ശേഷിയില്ല. അദ്ദേഹം ഒരു ബൂർഷാ നേതാവാണ്. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വിഷമാണ് 2020 എന്ന് പൂജ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ അനിയന്ത്രിതമായി മദ്യവും പണവും ഒഴുക്കുന്നു എന്ന പൂജയുടെ ആരോപണം 2020 ധാർമ്മിക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത പ്രഹരമാണ്. മുൻ മന്ത്രി ബാബു ദിവാകരനെ സ്ഥാനാർത്ഥിയാക്കിയത് ജനാധിപത്യപരമായ ചർച്ചകളിലൂടെയല്ലെന്ന് പൂജ വെളിപ്പെടുത്തി. പാർട്ടിക്കുള്ളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് പുറത്തുനിന്ന് ആളുകളെ പണം നൽകി കൊണ്ടുവരികയാണ്. ബാബു ദിവാകരൻ സത്യം മനസ്സിലാക്കുമ്പോൾ ഈ പാർട്ടി വിടുമെന്നും പൂജ പ്രവചിക്കുന്നു. പൂജ ജോമോന്റെ വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നത് കോർപ്പറേറ്റ് ശൈലിയിലുള്ള പാർട്ടി പ്രവർത്തനങ്ങൾ ജനാധിപത്യപരമായ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളുമായി കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന സംഘർഷങ്ങളിലേക്കാണ്. ആരോപണങ്ങൾ സത്യമാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പാർട്ടി നേതാവിനെതിരെ ഉയർന്ന ഏറ്റവും ഗൗരവകരമായ കുറ്റാരോപണമാണിത്. പൂതൃക്ക പഞ്ചായത്തിൽ പൂജയുടെ രാജിക്ക് പിന്നാലെ കൂടുതൽ മെമ്പർമാർ രാജിവെക്കാൻ ഒരുങ്ങുന്നതായാണ് സൂചന. മറ്റു മെമ്പർമാർക്കും അവിടെ തുടരാൻ താല്പര്യമില്ല. പക്ഷെ അവർക്ക് ജീവനിൽ ഭയമുണ്ട് എന്ന് പൂജയുടെ വാക്കുകൾ ഗൗരവകരമാണ്. ഇത് ശരിയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കുന്നത്തുനാട് മേഖലയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കാം. പൂജ ജോമോന്റെ വെളിപ്പെടുത്തലുകൾ കേവലം പ്രാദേശിക രാഷ്ട്രീയ തർക്കമല്ല. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. സൗജന്യങ്ങളും വികസനവും ഉയർത്തിപ്പിടിച്ച് കിഴക്കമ്പലത്ത് വേരൂന്നിയ 2020 ഒരു വനിതാ നേതാവ് തന്നെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് വലിയ തിരിച്ചടിയാണ്. സന്നദ്ധ സേവനത്തിന്റെയും വികസനത്തിന്റെയും മുഖംമൂടി അണിഞ്ഞ ഒരു ഏകാധിപത്യം അവിടെ നടക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. സാബു എം ജേക്കബ് ഈ ആരോപണങ്ങളെ നിയമപരമായി നേരിടുമോ അതോ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ നിർണായക നീക്കമായിരിക്കും.